എവ്രിവൺ നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വരൂ, നമുക്കിന്നൊരു റാൻഡം വ്ലോഗ് കാണാം. എങ്ങനെയാണ് ഒരു 2 ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു നല്ല അടിപൊളി വിളവെടുപ്പോട് കൂടിയിട്ട് നമുക്ക് കാണാം. സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ. അപ്പോൾ ചൊരയ്ക്ക 2 വിധത്തിൽ, ഉണ്ട ചൊരക്കയും നീളം ചൊരക്കയും, പിന്നെ പച്ച തക്കാളി, അതേമാതിരി തന്നെ ഇപ്രാവശ്യം വഴുതിരിങ്ങ കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി എന്താണ് പറയുക, നമ്മുടെ ഇത് പച്ചമുളക്, അങ്ങനെ കുറച്ചായിട്ടുള്ള സംഭവങ്ങൾ കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്ത് വെക്കുക. അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇത് ആ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, വിനി ഞങ്ങൾക്ക് തരാനുണ്ടാവുമോ എന്നുള്ളത്. അങ്ങനെ അതൊരു വിളവെടുപ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ദിവസം തുടങ്ങാം. ആദ്യം ഞാൻ നിങ്ങൾക്കൊരു റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഓർഡറിന് വന്ന ഒരു സംഭവമാണ്. വിനീസ് കിച്ചണിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് മിക്സഡ് വെജിറ്റബിൾ പക്കോടയാണ്. അപ്പോൾ ഇപ്പോൾ റമദാൻ മാസമൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ, പക്കോടയുടെയും ഓർഡേഴ്സൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാബേജ്, പർപ്പിൾ ക്യാബേജ്, പാലക്ക്, ഉരുളക്കിഴങ്ങ് എല്ലാം നീളത്തിൽ മുറിക്കുക. എത്ര തിന്നായിട്ട് നിങ്ങൾക്ക് മുറിക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് നമുക്ക് മുറിക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതേമാതിരി തന്നെ ചാട്ട് മസാല, ഓമം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കുഴയ്ക്കുക. കുഴച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ വിടുക. 2-3 മണിക്കൂർ കഴിഞ്ഞാൽ പച്ചക്കറിയിൽ നിന്ന് വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് അതൊക്കെ നന്നായി പിടിക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കടലമാവും അരിപ്പൊടിയും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒരു തുള്ളി പോലും നിങ്ങൾക്ക് ഒഴിക്കേണ്ട ആവശ്യം വരില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഒരു പച്ചക്കറിയൊക്കെ സോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മസാല നന്നായിട്ട് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പച്ചക്കറിയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ നമുക്ക് ധാരാളം മതി. എന്നിട്ട് ഇങ്ങനെ പിച്ചായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ പക്കോട റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ഒരു ടീ ടൈമിനൊക്കെ നിങ്ങൾക്ക് നന്നായിരിക്കും. ഇപ്പം നോമ്പ് തുറയുടെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറയിലത്തെ വരുന്ന പല കാര്യങ്ങളും നമ്മളിപ്പോൾ വിനീസ് കിച്ചണിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ റമദാൻ മാസം തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അതേമാതിരി തന്നെ എന്താണ് പറയുക, ആൾക്കാർ ഓർഡർ ചെയ്യുന്നത് ഇഫ്താറിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നതുണ്ട്. അതേമാതിരി ഇഫ്താർ കിറ്റുകൾ നമ്മൾ ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ. ഇനി അടുത്ത വരുന്ന വീഡിയോസിൽ ഇത് ഒരു ഫാമിലി, അതായത് ഒരു ക്ലയൻറ്റ് ചോദിച്ച ഒരു കാര്യമാണ്. ഇതുപോലെ മിക്സഡ് ആയിട്ടുള്ള പൊക്കവട, അതേമാതിരി അവർ ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യത്യാസമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ മിക്സഡ് പൊക്കവട ആയതുകൊണ്ട്, മിക്സഡ് വെജ് പൊക്കവട ആയതുകൊണ്ടാണ് ഞാൻ അതുമാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അവരുടെ അടുത്ത് പരിപ്പ് വട, മെതുവട, അതേമാതിരി തന്നെ മിക്സഡ് വെജിറ്റബിൾ പക്കോട, പഴംപൊരി, ബ്രെഡ് പക്കോട, ഇതൊക്കെയാണ് നമ്മളൊന്ന് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. ഫുൾ ആൻഡ് ഫുൾ നോമ്പ് തുറയ്ക്കുള്ള ആ ഒരു കടി പലഹാരങ്ങളാണ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്രിസ്പി ആയിരിക്കും, മൊരുന്ന് നല്ല ഈസിയാണ്. നമുക്കൊരു 3 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാനുള്ളൊരു ടൈം മാത്രമേ വേണ്ടൂ. അത് നിങ്ങൾ എന്തായാലും ശ്രമിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ആ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പച്ചക്കറിയുടെ ഉള്ളിലടക്കം ആ മസാല പിടിക്കുള്ളൂ. എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓമത്തിൻ്റെ മണോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ മണമോ ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടണ്ടാട്ടുള്ളൂ. അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ലഞ്ചിൻ്റെ ഒരു ഓർഡറാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറയ്ക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഓഫീസിലേക്ക് ലഞ്ച് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറായിരുന്നു. അതായത് ഓഫീസിൽ ഒരു കംപ്ലീറ്റ് എന്താണ് പറയുക, പാലക്കാട് ഭാഗത്തുള്ള ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവരൊരു 10-20 പേരുണ്ട്. ആ 20 പേർക്കുള്ള ലഞ്ചാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, സാമ്പാർ, എന്താണ് പറയുക, നമ്മുടെ ഇതില്ലേ കുക്കുംബർ പച്ചടി. അപ്പോൾ അവരൊരു ഡിപ്പാർട്ട്മെൻറ്റ്, പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ, പാലക്കാടുകാരെല്ലാവരും കൂടിയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ എടുക്കാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 20 പേർക്കാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. ക്യാബേജ് തോരൻ, അതേമാതിരി മോരൊഴിച്ച വെള്ളരിക്ക മോരൊഴിച്ച കൂട്ടാൻ, അതേമാതിരി പിന്നെ നമ്മുടെ കായും പയറും കൂടിയിട്ടുള്ള സംഭവം, അതേമാതിരി എന്താണ് പറയുക, മുട്ട എഗ് റോസ്റ്റ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ട റൈസ്,
പിന്നെ നമ്മൾ ഉപ്പേരി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, അതേമാതിരി നമ്മുടെ ഇതില്ലേ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടിയിട്ടിട്ടുള്ള ഒരു മസാലക്കറിയാണോ എന്ന് ചോദിച്ചാൽ വെള്ളവുമല്ല, എന്നാൽ കട്ടിയായിട്ടുള്ള രീതിയിൽ. പിന്നെ ബീട്രൂട്ട് തോരൻ, ഇതൊക്കെയായിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ കൊടുത്തയച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ അതോടുകൂടിയിട്ട് അന്നത്തെ ദിവസം കാര്യങ്ങൾ കഴിഞ്ഞു, അവസാനിപ്പിച്ചു. അടുത്ത ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അപ്പോൾ ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കി വയ്ക്കുക? അപ്പോൾ ഓർഡറിനനുസരിച്ച് നമ്മൾ ലിസ്റ്റ് ആക്കും. സമയം എഴുതിയിട്ടുണ്ടാവും, എത്ര ക്വാണ്ടിറ്റി എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ രാവിലെ അവർക്ക് വേണ്ടത് മെതുവട, അതേമാതിരി തന്നെ പുട്ട്, ചിരട്ടപ്പുട്ട്, കടലക്കറി. അത് കഴിഞ്ഞു. ഇനി ഉച്ചക്കലത്തെ കാര്യം നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതായത് അവർ ചോറ് വീട്ടിൽ വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് പപ്പടം വേണമായിരുന്നു, പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാലട പായസം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടിയിരുന്നത് പയറും മെഴുക്ക് വരട്ടി, കൂർക്ക മെഴുക്ക് വരട്ടി, അതേമാതിരി തന്നെ ഫ്രഷ് മാങ്ങ അച്ചാർ. വിനീസ് കിച്ചണിലെ ഏറ്റവും ഫേമസ് ആണ് ഈ ഫ്രഷ് മാങ്ങ അച്ചാർ. അതെല്ലാവരും വാങ്ങിച്ചു കഴിക്കാറുണ്ട്. അതേമാതിരി ഇതാണ് കൂർക്ക, നമ്മുടെ സാധാരണ പാലക്കാടൻ രീതിയിലുള്ള കൂർക്ക മെഴുക്ക് വരട്ടി. പിന്നെ അവർക്ക് വൈകുന്നേരത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വടയും ഉണ്ണിയപ്പവും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് അത് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു നോമ്പുതുറയാണ്. ആ നോമ്പുതുറയ്ക്ക് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ബിക്കോസ് അവരുടെ ഗസ്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ബ്രസീലിയൻ, സ്കാൻഡിനേവിയൻ, അതേമാതിരി ജാപ്പനീസ് അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ക്ലയൻറ്റ് ഇങ്ങനെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ബീട്രൂട്ട് പണിയാരം, ഇടിയപ്പം, അതേമാതിരി തന്നെ കഴിക്കാനുള്ള ചട്നി, പിന്നെ ഇത് ക്രീമി ബ്രോക്കലി സാലഡ്. പിന്നെ ഇത് അവർ എൻ്റെ അടുത്ത് മെനു പറഞ്ഞതല്ല, ഇത് ഞാൻ ക്യൂറേറ്റ് ചെയ്ത മെനു ആണ്. ഇത്ര ആൾക്കാർ ഇത് മീസോ ക്യാരറ്റ് ഹണി ഗ്ലേസ്ഡ് ആണ്. അതേമാതിരി തന്നെ നമ്മുടെ പപ്പടം, പിന്നെ ഉള്ളത് ഇത് കിനുവ കേർഡ് റൈസ് ആണ്. അപ്പോൾ അവർ പറയും, ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് പറയുകയാണ് ഇന്ന ആൾക്കാരാണ്, ഇന്ന ഇവരാണ് വരാൻ പോകുന്നത്, അവർക്കനുസരിച്ചിട്ട് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നേരത്തെ കണ്ട പഫ്സിൻ്റെ ഉള്ളിൽ ഒരു ക്രീമി സ്പിനാഷ് പഫ്സാണ്. ഇത് മിക്സഡ് വെജിറ്റബിൾ ഊത്തപ്പം, അതേമാതിരി തന്നെ സ്വീറ്റ് മാംഗോ ചട്നി, ക്യുക്കുംബർ സാലഡ്, അതേമാതിരി തന്നെ ബീട്രൂട്ടും ക്യാപ്സിക്കമും ഇട്ടിട്ടുള്ള ഡ്രൈ സബ്ജി, ഒരു ഇന്ത്യൻ ടച്ച് വിത്ത് ഡിഫറെൻറ്റ് ഫ്ലേവർ എന്നുള്ള രീതിയിൽ. പിന്നെ അവിയൽ എല്ലാമാണ് അവർക്ക് നോമ്പ് തുറയ്ക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു ഫാമിലി എൻ്റെ അടുത്ത് ആപ്പത്തിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഡിന്നറിന്. അങ്ങനെ ഡിന്നർ അവർക്ക് വളരെ ഏർലി ആയിട്ട് വേണമെന്നും എന്താണ് പറയുക, അപ്പോൾ ആപ്പവും മുട്ടക്കറിയുമാണ് വേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആപ്പം ഉണ്ടാക്കി അവർക്ക് അത് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു. ബേസിക്കലി നമ്മൾ ആപ്പം മാവും ദോശ ഇഡ്ഡലി ബാറ്ററും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ദൂരത്തുനിന്ന് വരുന്നവർ പറയാറുണ്ട് ഞങ്ങൾക്ക് മാവ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന്. അപ്പോൾ അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫെർമെൻറ്റഡ് ആയിട്ട് നല്ല പശേന്നുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ആപ്പം കഴിക്കാൻ. അത് മുട്ടക്കറിയുടെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. അതൊരു നല്ലൊരു ഫീലിംഗ് ആണ് കഴിക്കുമ്പോൾ തന്നെ. നമ്മൾ മിക്കവാറും ഒന്നുമില്ലെങ്കിൽ വാഴയില, ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തയക്കാറുള്ളത്. സോ അങ്ങനെ നമ്മൾ എല്ലാ ആപ്പങ്ങളും റെഡിയാക്കി അവർ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളെല്ലാം റെഡിയാക്കി. അതേമാതിരി തന്നെ മുട്ടക്കറിയും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് രീതിയിലാണ് പാക്ക് ചെയ്ത് വേണ്ടത്. ഓരോ ബോക്സിലും 4 മുട്ടയുടെ, അതായത് 2 ആക്കുക, പക്ഷേ 4 മുട്ടയുടെ ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങളൊരു ഓർഡർ നമ്മൾക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഓപ്പണായിട്ട് പറഞ്ഞാൽ മതി. ഇന്നതൊക്കെയാണ് വേണ്ടത് വിനി, ഇങ്ങനെ രീതിയിലാണ് വേണ്ടത്, ഞങ്ങൾക്ക് ഇത്ര സ്പൈസേ കഴിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, ഞങ്ങൾക്കൊരു അലർജി ഉണ്ട്, ഇതൊക്കെ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അതാണല്ലോ പ്രൈവറ്റ് ഷെഫിങ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലോ ഇല്ലെങ്കിൽ ബൾക്കായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയാൽ കിട്ടാനില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തല്ലേ നമ്മളൊരു പ്രൈവറ്റ് ഷെഫിനെ നമ്മൾ വിളിച്ച് പറയുന്നത്. സോ അത് നമ്മൾ ചെയ്തു കൊടുത്തു. അടുത്ത ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12:30 മണിക്കുള്ള ലഞ്ചിൻ്റെ ഇതാണ് പോയത്. വൈറ്റ് പുലാവ്
ഓക്കെ, നല്ല ക്രീമി വൈറ്റ് വെജ് പുലാവ്, അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള സലാഡ്, അതായത് ക്യാരറ്റ് അല്ല, നമ്മുടെ തക്കാളി, ഉള്ളി, പച്ചമുളക് ഇട്ടിട്ടുള്ള തൈര് പച്ചടി പോലെ സലാഡ്, അതേമാതിരി ഉള്ളിയും ഗാർലിക്കും കൂടി ഇട്ടിട്ടുള്ള ചെമ്മീൻ വിച്ച് ഇസ് ഗാർലിക് അനിയൻ പ്രോൺസ് എന്നുള്ളത്, പിന്നെ പനിയാരം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഡിഫറെൻറ്റ് മിക്സ് ഓഫ് ഓർഡർ ആയിരുന്നു ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ ആ ഒരു മിക്സ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടോ, ഒരു പനിയാരം, അത് കഴിഞ്ഞാൽ കുറച്ച് കപ്പ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ നമുക്ക് കിളിമീൻ വറുത്തത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനിയാരത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള എന്താണ് പറയുക, ടൊമാറ്റോ ഓണിയൻ ഗാർലിക് ചട്നി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറും എന്താണ് മൂങ് ദാൽ മാത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറയുക, പറാത്തയുടെ കൂടെ കഴിക്കാൻ. അതേമാതിരി ഒരു അടിപൊളിയായിട്ടുള്ള നോർമൽ എന്താണ് മുട്ട മസാല വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിഭവങ്ങളാണ് ഒരു 12-12:30 വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തയച്ചു. ഇനി അടുത്ത സെറ്റ് നമുക്കൊരു 4 മണിക്കുള്ള ഡെലിവറിക്കാണ് നിങ്ങൾ കാണുന്നത്. 4 മണിക്ക് ഇവർ വരുന്നത് റാസൽ ഖൈമേന്നാണ്. അതുകൊണ്ട് അവർ 4 മണിക്ക് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇത് അവർ ചോദിച്ചിരുന്ന കാര്യങ്ങളാണ്: ഓംലെറ്റ്, അതേമാതിരി തന്നെ കായ്പയ്ക്ക മോരൊഴിച്ച കൂട്ടാൻ, അതേമാതിരി ക്യാരറ്റ് തോരൻ, ബീട്രൂട്ട് തോരൻ. അപ്പോൾ ഇവർ വിളിച്ചിട്ട് നമ്മളുടെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ആഗ്രഹം വിനീസ് കിച്ചണിൽ നിന്ന് ഇതൊക്കെ കഴിക്കാനാണ്, വിനി ഇത് നമുക്കൊരു 4 ദിവസത്തേക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കോൺ സാലഡ്, പൊന്നിയരി ചോറ്, ഇതാണ് അവർ നമ്മളുടെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം 4 ദിവസത്തേക്ക് കണക്കിലനുസരിച്ചിട്ട് എല്ലാം ആക്കി കൊടുത്തു. ഇനി വരുന്നത് ഒരു 6:30 മണിക്കുള്ള ഡെലിവറിയാണ്. 6:30 മണിക്ക് വരുന്നത് അൽക്കൂസ് ഏരിയയിൽ നിന്ന് ഉള്ള എന്താണ് ലേബർ ക്യാമ്പിൻ്റെ അവിടുന്ന് ഉള്ള ഒരു 8-10 ആൾക്കാർക്ക് എന്താണ് പറയുക, അല്ല 8-10 ആൾക്കാർ വരും, എന്താണ് പറയുക, വാങ്ങിക്കൊണ്ട് പോവാൻ 40 പേർക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 40 പേർക്ക് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എന്താണ് ചപ്പാത്തി, അതേമാതിരി തന്നെ അതിന് കഴിക്കാനുള്ള കുറുമ പോലെ, വൈറ്റ് കുറുമ പോലെ, അതേമാതിരി തന്നെ നമ്മുടെ മീൻ വറുത്തത്, അതേമാതിരി നമ്മുടെ പൊന്നിയരി ചോറ്. പിന്നെ അവർ ചോദിച്ചിരുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള കേർഡ് റൈസ് അവർക്ക് വേണമെന്ന് പറയണത്. അപ്പോൾ ഒരു 40 പേരുടെ കണക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അവർ 10 പേര് ഈ വഴി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വഴി കയറിയിട്ട് വാങ്ങിയിട്ട് പോവാ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പയറ് മെഴുക്ക് വരട്ടി, എനിക്ക് തോന്നുന്നു അവർ 5 ദിവസം വെച്ച് കഴിക്കാനാണ് ഡിഫറെൻറ്റ് മെനു ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞത്. അവിയൽ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ്, ഈ കേർഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ മസിയൽ, അതായത് ഉരുളക്കിഴങ്ങ് മസിയൽ എന്നറിയപ്പെടുന്ന സംഭവം, അതേമാതിരി ഫ്രഷ് മാംഗോ പിക്കിൾ. ഇത് വളരെ വളരെ അധികം ഡിമാൻഡോട് കൂടിയിട്ട് പോകുന്ന ഒരു സംഭവമാണ് വിനീസ് കിച്ചണിൽ. അത് ഞാൻ ഡെയിലി ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം, പിന്നെ നമ്മുടെ ഇടിയാപ്പം, പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഇതെല്ലാം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് 5 ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും 40 പേർക്കും നമുക്ക് അപ്പോൾ വീട്ടിലത്തെ ഭക്ഷണം കഴിക്കാമല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നെയ്പായസം കൂടി വെച്ചിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു 2 ദിവസത്തെ പരിപാടികളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഒരുപാട് പേര് റവ ഇഡ്ഡലിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.